ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പെരുന്നാൾ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പെരുന്നാൾ സ്പെഷ്യലായിട്ട് നമ്മൾ 5 ഐഡിയാസാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനായിട്ട് നമുക്കിത് ഇതുപോലത്തെ ഒരു കുഞ്ഞ് പേപ്പർ പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗം ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിലെന്തെങ്കിലുമൊക്കെ ഡിസൈനാണ് ചെയ്യാനായിട്ടുള്ളത്. അതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിങ്ങനെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് അതിൽ എന്തെങ്കിലും ഡിസൈനൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് അതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാനായിട്ട് ഡബിൾ ടാപ്പ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലത്തെ ഒരു ബ്ലാക്ക് കളറിലെ ചാർട്ട് പേപ്പർ കൂടി ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് അതിൽ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് ഈദ് മുബാറക്ക് എന്ന് കൂടി ഒന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് അതിലേക്ക് ഈദ് മുബാറക്ക് എന്നൊന്ന് എഴുതി കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ ഉൾവശത്തായിട്ട് എന്തെങ്കിലും മെസ്സേജുകളൊക്കെ എഴുതി കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്കതിൽ ചെയ്യാനായിട്ടുള്ളത് ഇതുപോലെ അതിൻ്റെ മുകളിൽ കാണുന്ന ആ ഒരു റൗണ്ട് ഉണ്ടല്ലോ, ആ റൗണ്ടിലേക്ക് നമുക്ക് ഇതുപോലൊരു ത്രെഡിനെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ലുക്ക്, ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. അടുത്തതായിട്ടുള്ള ഐഡിയ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കാണുന്നത് പോലെ തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് അലങ്കാര പണികളൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പേപ്പറിൻ്റെ ഒരു ഫ്ലവറാണ് കേട്ടോ. ഈ ഒരു പേപ്പർ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ആ ഒരു പേപ്പർ ഫ്ലവറിനെ കൂടെ അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഇതുപോലത്തെ കുറച്ച് ബട്ടൺസുകളൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. യെല്ലോ കളറും അതുപോലെ തന്നെ ഓറഞ്ച് കളറുമാണ് ഞാനിതിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കതിന് നല്ല ഭംഗിയായിട്ട് കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയുമൊക്കെ അതിലേക്ക് ഇങ്ങനെ ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ അടിയിലായിട്ട് ഈദ് മുബാറക്ക് ഒന്ന് എഴുതിയെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ റൗണ്ട് ആകൃതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലൊരു ചരടെടുക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഇങ്ങനെ ഒന്ന് കോർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഐഡിയ. ഇനി നെക്സ്റ്റ് ഐഡിയ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇതുപോലൊരു പീസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിലേക്കുള്ള ഡിസൈൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പേപ്പർ കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പേപ്പറിനെ നമുക്ക് ഈ ഒരു 3 ഭാഗമായിട്ട് ഇങ്ങനെ മടക്കിയെടുക്കാം. അതിലേക്ക് നമുക്കൊരു ഫ്ലവറിൻ്റെ ആ ഒരു പെറ്റൽസ് പോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ ആ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ആ ഒരു ഇതളിൻ്റെ ഭാഗങ്ങളെല്ലാം ഇതുപോലെ കൈവച്ചൊന്ന് അമർത്തി സെറ്റാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു പശ തേക്കുകയാണെങ്കിൽ നമുക്ക് വൃത്തിയായിട്ട് തന്നെ ഒരു ഫ്ലവർ പോലെ നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് അതിലേക്ക് ഇങ്ങനെ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇതുപോലെ ഒരു ബട്ടൺസാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കതിലേക്ക് ഈദ് മുബാറക്ക് ഒന്ന് എഴുതി കൊടുക്കാം. ഇനി അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് എന്തെങ്കിലും വിഷയം ഇതുകൊണ്ട് നമുക്ക് എഴുതാവുന്നതാണ്. ഫൈനലായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ചരട് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ മുകളിലൂടെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം. അടുത്തതായിട്ട് ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ആ ഒരു പേപ്പറിനെ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചന്ദ്രക്കലയെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആ ഒരു ചന്ദ്രക്കലയെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ആ പേപ്പർ പീസിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ തന്നെ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഗോൾഡൻ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഗോൾഡൻ കളറിനെ നല്ലതുപോലെ നമുക്ക് അതിലേക്ക് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ചന്ദ്രക്കലയെ കൂടി ഒന്ന് കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് മൊത്തത്തിൽ ഇതിനെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു രീതിയിൽ നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നിറയെ സ്റ്റാറുകളൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് സ്റ്റോണുകളൊക്കെ അതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ നമുക്ക് മുഴുവനായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഫൈനൽ ലുക്ക് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഈദ് മുബാറക്ക് എന്നൊന്ന് എഴുതി കൊടുക്കാം. അതുപോലെ എന്തെങ്കിലും ലെറ്ററുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് എഴുതി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ ഒരു റൗണ്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് എൻ്റെ അടുത്തുനിന്ന് ചെറുതായിട്ടൊന്ന് ചീറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത് വേണ്ട. ഈ ഒരു രീതിയിൽ നമുക്ക് അതിനെ ഇങ്ങനെ നിർത്താം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇതുപോലെ ഒരു പേപ്പർ എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പേപ്പറിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ആ ഒരു പീസിനെ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ ഡിസൈൻ വരുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ.
ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ റൗണ്ട് ആകൃതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. റൗണ്ട് ആകൃതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു പേപ്പർ ഉണ്ട്. ആ ഒരു പേപ്പറിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ ലേസിനെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ലേസിനെ നമുക്ക് ഞൊറിവുകളൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ചുറ്റി കൊടുക്കാം. അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ഗ്ലൂ ഉപയോഗിച്ചോ ഇല്ലെങ്കിൽ ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിച്ചോ നമുക്ക് അതിലേക്ക് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. ഇനി അതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ഇതുപോലെ റിബൺ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ഫ്ലവറുകളുണ്ട്. അതിനെ കൂടി നമുക്ക് അതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. ആദ്യമായിട്ടാണ് ഷൈൻ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കിഡിലൻ വീഡിയോയുമായിട്ട് വരുന്നുണ്ട്. താങ്ക്